ചക്കയപ്പം തിന്നാൻ പൂതിയായാലും പിന്നെ എന്താ ചെയ്യുക, ഉള്ളത് വെച്ച് അങ്ങനെ ഉണ്ടാക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ ട്രഡീഷണൽ രീതിയിലല്ലെങ്കിലും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇതാ ഒരു അടിപൊളി ചക്കയപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ച് ചക്കച്ചോള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചക്കച്ചോള വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. നല്ല മധുരമുള്ള ചക്കയാണ്. ചുളയിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് വരാം. ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ലോണം കട്ടിയായിട്ട് വേണ്ട, ഈ ഒരു തിക്നെസ്സിൽ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇലയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിനെ ഇതാ ചുട്ടെടുക്കുന്നുള്ളത് ഇത് ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് ആവി കയറ്റി എടുക്കുന്നുള്ളത്. അപ്പോൾ നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഇലയൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതിൽ വെച്ച് ഇതുപോലെ ചെയ്തെടുത്താലും മതി. എന്നാലും ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഇനി ഇതെല്ലാം കൂടി ഇതാ നല്ലോണം ഒന്ന് നിരത്തി സെറ്റാക്കി എടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു അപ്പച്ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ അടിച്ചു വെക്കാൻ നേരത്താണ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ കുറച്ച് തേങ്ങാപ്പീരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായി. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചക്കയപ്പം ഇങ്ങനെ കഴിക്കാനും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.